ഇത് വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയ ഒരു റെസിപ്പിയാണ്. പക്ഷെ നല്ല സക്സസ്സായി. എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഇതിന് വേണ്ട സാധനങ്ങൾ ഞങ്ങളെടുത്തത് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേപോലെ 5 പഴം അതിന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഒരു 2 സ്പൂണോളം വരും നെയ്യ് ചേർത്തിട്ട് അതിൽ ഈ പഴം ഇട്ടിട്ട് വഴറ്റി. നമ്മുടെ കായ്പോളയൊക്കെ ഇല്ലേ, അതേ മെത്തേഡാണ്. പക്ഷേ എങ്കിലും എല്ലാ ഐറ്റംസും കൂടുതലും ഒക്കെ ഉണ്ട്. അത് കാരണം തന്നെ എന്താ പറയുക, കേക്കിൻ്റെ ടെക്സ്ചറായിരുന്നു, നല്ല രുചിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഈ പഴം നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെന്താ പറയുക, ഈ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു 5 മുട്ടയും 1.5 കരണ്ടിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 കരണ്ടി പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് 1 ഗ്ലാസ്സോളം ആടയോട് കൂടിയ പാല് 1 ഗ്ലാസ്സോളം ചേർത്തു. എന്നിട്ട് ഒരു 5 ഏലക്കയുടെ കുരു ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് ഈ പാലിൽ ഈ പഴവും കൂടി ചേർത്തിട്ട് അതിനെ നമ്മൾ ഈ കേക്കിനൊക്കെ വെക്കണില്ലേ, അതേപോലെ ദോശക്കല്ലിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മേലാലിട്ടു. എന്നിട്ട് ഒരു 35 മിനിറ്റ് 40 മിനിറ്റോളം ഞങ്ങൾ വേവിച്ചെടുത്തു. നല്ല സോഫ്റ്റ് പറഞ്ഞാൽ കേക്ക് അത്രയും സോഫ്റ്റ് ഉണ്ടാവില്ല, അത്രയും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംഭവം ഞങ്ങൾ ഒരു ഭാഗം മാത്രമല്ല, 2 സൈഡും തിരിച്ചും ഒരു ദോശക്കല്ല് വെച്ചിട്ട് തിരിച്ചും മറിച്ചും എടുത്തിട്ടു. അപ്പോൾ 2 ഭാഗം നല്ലതായിട്ട് കിട്ടി, നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇത് കിട്ടേണ്ട താമസം, അരിയാനുള്ള സമയം അതൊന്നുമില്ല, അതൊക്കെ എല്ലാവരും കഴിച്ചു. കാരണം ഇത് എന്താ പറയുക, പഴത്തിൻ്റെ ടേസ്റ്റാണ് എങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുണ്ടാക്കിയ പുതിയൊരു പലഹാരം. കായ്പോളാന്ന് പറയില്ല, എങ്കിലും വ്യത്യാസം അതിൻ്റെ ഒരു ചെറിയൊരു ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.